ഹായ് ഡിയേഴ്സ്, പുതിയൊരു വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഈ രണ്ട് മെറ്റീരിയൽ കൊണ്ട് ഒരു അടിപൊളി നൈറ്റി സ്റ്റിച്ച് ചെയ്താലോ. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രസ്സാണ് കേട്ടോ നൈറ്റി. വളരെ സിമ്പിളാണ്, അധികം കട്ടിങ്ങും സ്റ്റിച്ചിങ് കാര്യങ്ങളൊന്നുമില്ല, പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. പിന്നെ ഈ ബ്ലാക്ക് തുണി എൻ്റെ കയ്യിലിരുന്ന ഒരു കട്ട് പീസാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു നെക്കിൽ ചെറിയൊരു ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് എടുക്കാമെന്ന് കേട്ടോ. അങ്ങനെ എടുത്താണ്. നമുക്ക് ഈ നൈറ്റി പീസ് എങ്ങനെയാണെന്ന് മടക്കി ഇടുന്നത് നോക്കാം, നമുക്ക് കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ആദ്യം ഞാൻ ലെങ്ത്ത് വൈസ് നീളത്തിൽ രണ്ടായിട്ട് മടക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അധികം വീതിയില്ലാത്ത ക്ലോത്ത് ആയിരിക്കും നമ്മൾ നൈറ്റി പീസായിട്ട് കിട്ടുന്നത്. അപ്പം ഞാനത് നീളത്തിൽ അത് രണ്ടായിട്ട് മടക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മുകളിൽ ഫോൾഡഡ് സൈഡാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. മുകളിൽ ഫോൾഡഡും ഒരു മടക്ക് ഓപ്പൺ ഇല്ലാത്ത സൈഡും, പിന്നെ അതുപോലെ രണ്ട് വശത്തും ഓപ്പൺ ആയിട്ടുള്ള സൈഡാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് വീതിക്ക് ആദ്യം നീളത്തിന് മടക്കുക, അതുപോലെ ഇനി വീതിക്ക് നമുക്ക് രണ്ടായിട്ടൊന്ന് മടക്കി എടുക്കാം കേട്ടോ. അതേ വീതിയിൽ രണ്ട് സൈഡ് കൂട്ടി ചെയ്ത് മടക്കി എടുക്കുന്നുണ്ട്, കണ്ടില്ലേ. ഇതുപോലൊന്ന് മടക്കി എടുക്കുക. അപ്പോൾ നമുക്ക് ക്ലോത്ത് 4ആയിട്ട് കിട്ടും കേട്ടോ. എന്നിട്ട് ഈ 4ആയിട്ടിട്ടാണ് നമ്മളിത് കട്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ നിൽക്കുന്ന വശത്ത് ഫോൾഡഡ് സൈഡാണ് വന്നിരിക്കുന്നത്, കണ്ടില്ലേ. ഇതുപോലെ ഫോൾഡഡ് സൈഡ് വന്നിട്ടുണ്ട്. നമുക്ക് അവിടെ വെച്ചിട്ട് ഫസ്റ്റ് നമുക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ വേണ്ടുന്നത് ഷോൾഡറിൻ്റെ അവിടെ കറക്റ്റ് മോൾ വെച്ചിട്ട് നോക്കാം. എനിക്കിപ്പോൾ 48 ഇഞ്ചാണ് കേട്ടോ വേണ്ടുന്നത് ടോട്ടൽ ലെങ്ത്ത്. അതിൻ്റെ കൂടെ ഒരു 1.5 ഇഞ്ച് കൂടി ഞാൻ ആഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. 1 ഇഞ്ച് അടിമടക്കി എടുക്കാനായിട്ട് വേണം. 1/2 ഇഞ്ച് ഷോൾഡർ ജോയിൻ ചെയ്യാൻ പോകുമല്ലോ, അങ്ങനെ 1.5 ഇഞ്ച് ഞാൻ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ 49.5 ഇഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് 7 ഇഞ്ചാണ് ഷോൾഡർ വേണ്ടുന്നത്. അപ്പം ഞാൻ 7 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്യുകയാണ്. അതുപോലെ 7 ഇഞ്ച് തന്നെയാണ് എനിക്ക് ആം ഹോളും വേണ്ടുന്നത് കേട്ടോ. അപ്പം ഞാൻ ഷോൾഡർ മാർക്ക് ചെയ്ത് അവിടെ വെച്ചിട്ട് തന്നെ 7 ഇഞ്ച് താഴോട്ട് ആം ഹോൾ മാർക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തിട്ട് നമുക്ക് ആ 2 പോയിൻ്റ് കൂടെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ. ഒന്നുകൂടി 7 ഇഞ്ച് ഉണ്ടോയെന്ന് നോക്കുകയാണ്. നോക്കിയിട്ട് നമുക്കൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. സ്കെയിലുണ്ട്, അതേ കണ്ടില്ലേ. ഇതുപോലെ ഒന്ന് ആ 2 ലൈനും കൂടെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം നമുക്ക്, കണ്ടില്ലേ. ഇതുപോലെ ജോയിൻ ചെയ്തെടുത്ത ശേഷം നമുക്കിനി ചെസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇതേ നമ്മൾ അവിടെ നിന്ന് സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കൊടുക്കുക. വരച്ചിട്ട് ആ ലൈനിൽ വേണം നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ എനിക്ക് ചെസ്റ്റ് ഇപ്പോൾ 38 ആണ് വേണ്ടുന്നത് കേട്ടോ. അപ്പോൾ ഞാനൊരു 9.5 ഇഞ്ച് മാർക്ക് ചെയ്യുകയാണ്. അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച് ലൂസും പിന്നെ ഒരു 1.5 ഇഞ്ച് സീം അലവൻസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. 1.5 ഇഞ്ചാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ഇഞ്ച് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 1.5 ഇഞ്ച് കൊടുക്കുന്നുള്ളൂ. 2 ഇഞ്ച് വരെയൊക്കെ കൊടുക്കാൻ നൈറ്റിയല്ലേ കൊടുക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ കൊടുത്തതിന് ശേഷം നമ്മൾ ആ ഷോൾഡർ മുതൽ നമ്മൾ ഒരു 7 ഇഞ്ച് മാർക്ക് ചെയ്തല്ലോ താഴെ ആം ഹോൾ, അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തിട്ട്. അപ്പോൾ 7ആണ് എനിക്ക് ടോട്ടലിൻ്റെ 3.5 ഇഞ്ചാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഞാൻ 3.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മളിത് ആം ഹോൾ വരച്ചു കൊടുക്കുകയാണ്. ഇത് ആ ഒരു ചെസ്റ്റ് റൗണ്ട് നമ്മൾ മാർക്ക് ചെയ്തില്ലേ, ചെസ്റ്റിൻ്റെ ആ ഒരു ഇതും ലൂസും കൂടെ ചേർന്ന് വരുന്ന ആ ഒരു പോയിൻറ്റും പിന്നെ ആം ഹോളിൻ്റെ ആ ഒരു പകുതി മാർക്ക് ചെയ്ത പോയിൻ്റോട് ചേർത്ത് വെച്ച് ഞാൻ ആം ഹോൾ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്യാം കേട്ടോ. വേസ്റ്റ് ലെങ്ത്ത് എനിക്ക് 14 ഇഞ്ചാണ്. അപ്പോൾ ഞാൻ അവിടെ വെച്ചിട്ട് ഒട്ടുമിക്ക എല്ലാവർക്കും 14 കേട്ടോ വരുന്നത്. പിന്നെ നല്ല ഹൈറ്റ് ഉള്ളവർക്ക് മാത്രം ചിലപ്പോൾ 15 ഇഞ്ചൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ കോമൺ ആയിട്ട് എടുക്കുന്ന ഒരു 14 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടെ എനിക്ക് വരുന്ന 34 ഇഞ്ചാണ് കേട്ടോ വേസ്റ്റ് റൗണ്ട് വരുന്നത്. 34 8.5 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തു. പിന്നെ 1/2 ഇഞ്ച് മുകളിലത്തെ പോലെ ലൂസ് കൊടുത്തു. 1.5 ഇഞ്ച് സീം അലവൻസും കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇതുപോലെ കൊടുത്തെടുക്കാം. ഇനി നമുക്ക് ഹിപ്പ് റൗണ്ട് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഹിപ്പ് റൗണ്ട് എനിക്ക് 20 കേട്ടോ. ഹിപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് 20. അപ്പം ഞാൻ 20 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അവിടെ വെച്ചിട്ട് 40 ഇഞ്ചാണ് കേട്ടോ എനിക്ക് ഹിപ്പ് റൗണ്ട്. അപ്പോൾ 10 ഇഞ്ച് 4ആയിട്ട് നമ്മൾ 40 / 4 ചെയ്യുമ്പോൾ 10 ഇഞ്ച് എല്ലാം 4 കൊണ്ടാണ് കേട്ടോ. നമ്മൾ തുണി 4ആയിട്ടല്ലേ മടക്കിയിട്ടേക്കുന്നത്. അപ്പോൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 10 ഇഞ്ചും 1/2 ഇഞ്ച് ലൂസും 1.5 ഇഞ്ച് സീം അലവൻസും കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. എന്നിട്ട് നമുക്ക് ഈ പോയിൻറ്റ്സ് എല്ലാം ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ ഹിപ്പ് റൗണ്ട് മാർക്ക് ചെയ്ത് അവിടെ വരെ എല്ലാ പോയിൻറ്റ്സും നമുക്ക് ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഇനി നമ്മൾ താഴെ ടോട്ടൽ ലെങ്ത്ത് മാർക്ക് ചെയ്തായിരുന്നല്ലോ, എത്രയാണ് നമുക്ക് നൈറ്റിക്ക് ലെങ്ത്ത് വേണമെന്നുള്ളത്. ആ ഒരു ലെങ്ത്തിൻ്റെ അങ്ങേയറ്റത്തോടെ നമുക്ക് സ്കെയിൽ വെച്ച് നമ്മൾ ഹിപ്പ് റൗണ്ടിൻ്റെ അവിടെ ഇതുപോലെ സ്കെയിൽ വെച്ചിട്ട് നമുക്ക് അങ്ങ് അറ്റം വരെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ. സ്കെയിൽ കൊണ്ട് ഇങ്ങനെ ജോയിൻ ചെയ്തെടുത്ത് കൊടുക്കാം, കണ്ടില്ലേ. ഇത് ഇവിടെ കൊണ്ട് നമ്മൾ കറക്റ്റ് ഈ ഒരു എഡ്ജ് വരെ നമുക്ക് ഇങ്ങനെ ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ. ഇത്രയും ഫ്ലെയർ മാത്രമേ കിട്ടത്തുള്ളൂ, കാരണം നൈറ്റി പീസിന് വീതി കുറവാണല്ലോ. പിന്നെ അവിടെ നിന്ന് ഒരു 2 ഇഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്യട്ടെ. നമ്മൾ ആ ഏറ്റവും എഡ്ജിൽ നമ്മൾ ജോയിൻ ചെയ്തെടുത്ത് കണ്ടില്ല, ഇതുപോലെ 2 ഇഞ്ച് മാർക്ക് ചെയ്ത് ഒന്ന് വളച്ച് വരച്ചു കൊടുക്കുക കേട്ടോ. ഇതിങ്ങനെ മാർക്ക് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ നൈറ്റി 2 സൈഡ് കൊണ്ട് താഴോട്ട് തൂങ്ങി ഇറങ്ങി കിടക്കും. അപ്പോൾ അത് ഒഴിവാക്കാനാണ് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് നമ്മൾ മാർക്ക് ചെയ്ത എല്ലാ പോയിൻറ്റിൽ കൂടെ തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നൈറ്റിയുടെ കട്ടിങ്. വെറും സിമ്പിളാണ്, വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാം. വളരെ കാൽക്കുലേഷൻ്റെ കാര്യങ്ങളൊന്നും നൈറ്റിക്കകത്തില്ല. അപ്പോൾ സിമ്പിളായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്, കണ്ടില്ലേ. ഇതുപോലെ എല്ലാം കട്ട് ചെയ്ത് മാറ്റുക കേട്ടോ. ഇനി താഴെ നിന്നാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ആദ്യം മുകളിൽ നിന്ന് കട്ട് ചെയ്ത് വന്നു, ഇനി താഴെ നിന്ന് കട്ട് ചെയ്ത് നമുക്കത് മാറ്റിയെടുക്കാം. ബാക്കി പീസ് മാറ്റി വയ്ക്കാം. അത് നമുക്ക് ആവശ്യമുണ്ട്. നമുക്കത് സ്ലീവ്
കട്ട് ചെയ്യാനായിട്ട് ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നൈറ്റിയുടെ കട്ടിങ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് മുകളിൽ നമ്മൾ ഫോൾഡഡ് സൈഡ് ആയിരുന്നില്ലേ, മുകളിൽ നമ്മൾ ആദ്യം ലെങ്ത് വൈസ് മടക്കിയപ്പോൾ ഫോൾഡഡ് ആയിട്ടല്ലേ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതൊന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ, അവിടെ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. എന്നാലേ നമുക്ക് രണ്ട് പീസ്, ഫ്രണ്ട് പീസും ബാക്ക് പീസും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് ഞാൻ ഇതുപോലെ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരു പീസ് അങ്ങ് മാറ്റാം കേട്ടോ, ഒരു പീസ് മാറ്റി വയ്ക്കാം. അതിന് മുന്നേ നമുക്കിത് രണ്ട് പീസോട് ജോയിൻ ചെയ്ത് വെച്ചിട്ട് എൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്യട്ടെ. നമുക്ക് സെൻറ്റർ അറിയാൻ വേണ്ടിയിട്ട് ചെറിയൊരു കട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പീസ് അങ്ങ് മാറ്റിക്കാം. കാരണം ഞാൻ ഫ്രണ്ടിലെ നെക്ക് ഞാൻ ഇപ്പോൾ ചെയ്യുന്നില്ല, അത് ഞാൻ ക്യാൻവാസിലാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നതും കട്ട് ചെയ്യുന്നതൊക്കെ ഞാൻ വേറെ അടുത്തൊരു വീഡിയോയിൽ കാണിക്കുന്നതാണ്. എല്ലാം കൂടെ ഈ വീഡിയോയിൽ നല്ല ലെങ്ത് ആയി പോവും. അപ്പോൾ ഇപ്പം ഞാൻ ബാക്കിൽ മാത്രം എന്ത് ചെയ്യും, ഞാൻ ബാക്ക് പീസ് ഒരു പീസ് മാത്രം എടുത്തിട്ട് ബാക്ക് പീസിലെ നെക്ക് കട്ട് ചെയ്യുന്നത് കാണിക്കുവാണ് കേട്ടോ. അപ്പം ഞാനിവിടെ എനിക്കിപ്പം നെക്ക് വിട്ട് വേണ്ടുന്ന 3 ഇഞ്ചാണ്. അപ്പം ഞാനിവിടെ ക്ലോത്തിലാണ് ഞാനിപ്പം ഈ ഒരു ബാക്ക് പീസ് തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ക്യാൻവാസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ 2.5 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത് കേട്ടോ നെക്ക് വിട്ട്. കാരണം 3 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്യാൻവാസിലാണെങ്കിൽ നമുക്ക് കറക്റ്റ് തന്നെ വിട്ട് മാർക്ക് ചെയ്യാൻ കുഴപ്പമില്ല, നെക്ക് മലന്ന് പോവില്ല. ഇതേ സമയം നമ്മൾ ക്യാൻവാസ് ഇല്ലാത്ത തുണി കൊണ്ടാണ് ഞാനിപ്പോൾ അടിച്ച് മറിക്കാൻ പോകുന്നത് നെക്ക്. ഇപ്പം നമ്മൾ 3 ഇഞ്ച് കൊടുത്തു കഴിഞ്ഞാൽ കഴുത്ത് മലന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്, ഇറങ്ങിപ്പോകാനുള്ള ചാൻസും ഉണ്ട്. അപ്പം ഷോൾഡർ ഇറങ്ങുക, കഴുത്ത് മലന്നു പോകാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് ഞാൻ 2.5 ഇഞ്ച് കുറച്ചാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ താഴത്തേക്ക് 3.5 ഇഞ്ചാണ് എനിക്ക് ലെങ്ത്ത് വേണത് ബാക്ക് നെക്കിൽ നിന്ന്. അത് ഞാൻ അതുപോലെ തന്നെ കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ തുണി വെച്ച് അടിച്ചിറക്കുമ്പോൾ 1/2 ഇഞ്ച് കൂടിയാലും നമ്മൾ ഷോൾഡർ 1/2 ഇഞ്ച് ജോയിൻ ചെയ്യുമ്പോൾ അത് കറക്റ്റ് നമുക്ക് 3.5 തന്നെ കിട്ടും. അതുകൊണ്ട് ലെങ്ത്ത് കറക്റ്റ് കൊടുത്താൽ മതി. എന്നിട്ട് ഞാൻ ദേ ഒരു യു ഷേപ്പ്, ഞാൻ എന്താണ്ട് യു ഷേപ്പാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ദേ ഒരു കർവ് വെച്ചിട്ട് യു ഷേപ്പ് വരച്ചെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് മുകളിൽ നമുക്കൊരു 1/2 ഇഞ്ച് ഇങ്ങനെ വിട്ടുകൊടുക്കും. കാരണം നെക്ക് മാറിപ്പോകാതിരിക്കാനായിട്ട്, സ്പേസ് കൂടാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. നമുക്ക് കറക്റ്റ് നമ്മൾ 2.5 ഇഞ്ച് മാർക്കിയിട്ട് ആ ഒരു നെക്ക് വിട്ട് തന്നെ നമുക്ക് കിട്ടാനാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഒരു 1/2 ഇഞ്ച് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പം ഞാനിങ്ങനെ മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. ഇതേ കട്ട് ചെയ്ത് മാറ്റാം, അങ്ങനെ കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ നമ്മൾ ബാക്ക് നെക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബാക്കിന് നമ്മൾ ഇതൊന്ന് ഞാൻ ബയ സ്ട്രിപ്പ് വെച്ചിട്ടായിരിക്കും ഞാനിത് അടിച്ച് മറിക്കാൻ പോകുന്നത്. എന്നിട്ട് ഇതേ ഇവിടെ ഞാനൊന്ന് ബാക്ക് നെക്ക് നമ്മൾ ആം ഹോൾ ഒന്ന് അളന്നെടുക്കുകയാണ് കേട്ടോ. നമുക്ക് സ്ലീവ് കട്ട് ചെയ്യേണ്ടത്, അതിന് വേണ്ടിയിട്ട് ഇതേ ആം ഹോൾ റൗണ്ടൊന്ന് അളന്നെടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കിത് 10.5 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പം എന്നിട്ട് നമുക്കിത് മടക്കി വയ്ക്കാം. എന്നിട്ട് 10.5 ഇഞ്ച് കിട്ടിയിട്ടുള്ളതിൽ നമുക്കൊരു 1/2 ഇഞ്ച് കുറച്ചൊരു 10 ഇഞ്ച് ഞാനൊന്ന് മാർക്ക് ചെയ്യാം. 1/2 ഇഞ്ച് നമുക്ക് വേണ്ട, കാരണം നമുക്കത് ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ പോകുമല്ലോ. അപ്പോൾ നമുക്ക് 1/2 ഇഞ്ച് കുറച്ച് 10 ഇഞ്ചാണ് ഞാൻ കൊടുക്കുന്നത് കേട്ടോ. 10 ഇഞ്ച് വേണമെന്നില്ല, വേണമെങ്കിൽ അതിൽ നിന്ന് 1 ഇഞ്ച് കുറച്ച് നമുക്ക് മാർക്ക് ചെയ്താൽ മതി. അപ്പോൾ അതേ ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് എനിക്ക് വീഡിയോ റെക്കോർഡ് ആവാണ്ട് പോയി, ഞാൻ ഒന്നുകൂടി അപ്പോൾ പറയാനാണ് കേട്ടോ. ഇവിടെ ഒന്നുകൂടി പറയുവാണ്. ഇത് ഞാൻ 10 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് ഒരു 3 ഇഞ്ച് താഴോട്ട് മാർക്ക് ചെയ്യാം. കണ്ടില്ലേ, 3 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് ആ ഒരു 2 പോയിൻറ്റും തമ്മിലൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക ആദ്യമേ. എന്നിട്ട് നമുക്ക് ആ നമ്മൾ ഏറ്റവും ഒരു കോർണറിൽ നിന്ന് ഈ ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത കോർണറിലോട്ട് സ്കെയിൽ വെച്ച് ഇതേ ഒരു ലൈൻ വരച്ചു കൊടുക്കുക. കണ്ടോ, ഒരു ചരിച്ചൊരു ലൈൻ വരച്ചു കൊടുക്കുക. ഇതുപോലെ വരച്ചെടുക്കുക, കണ്ടില്ലേ. എന്നിട്ട് നമുക്ക് അതിൽ നിന്നൊരു 1.5 ഇഞ്ച് ഈ ഒരു അറ്റത്തുനിന്ന് നമുക്കൊരു 1.5 ഇഞ്ച് വിടാൻ കേട്ടോ. കാരണം നമ്മൾ 1.5 ഇഞ്ച് സീം അലവൻസ് ആണല്ലോ. അപ്പോൾ സീം അലവൻസ് നമുക്ക് മാറ്റിയതിന് ശേഷം ബാക്കി എത്രയുണ്ടെന്ന് നോക്കാം. ബാക്കി ഇപ്പോൾ എനിക്കിവിടെ അളന്നെടുക്കുമ്പോൾ 9 ഇഞ്ചാണ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ 9ൻ്റെ പകുതി വേണം നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ 4.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ദേ ഈ ഒരു സ്കെയിൽ, ആം ഹോൾ കർവിൻ്റെ ആ ഒരു സ്കെയിൽ വെച്ചിട്ട് തന്നെയാണ്, എനിക്കതാണ് ഏറ്റവും എളുപ്പം. അത് വെച്ച് തന്നെ ഇതേ ഈ ഒരു കർവൊക്കെ കറക്റ്റ് വരയ്ക്കാം കേട്ടോ. അപ്പോൾ എനിക്കിത് വെച്ച് വരയ്ക്കുമ്പോൾ കറക്റ്റിന് കർവ് അതുപോലെ കിട്ടാറുണ്ട്. അപ്പം ഞാൻ ഇതുപോലെ ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ആം ഹോൾ വരയ്ക്കാൻ വേണ്ടി മാത്രമല്ല, ഇതുപോലെ കൈക്കുഴി വരയ്ക്കാനും പിന്നെ നമ്മളെ നെക്കിൻ്റെ യു കഴുത്തൊക്കെ വരയ്ക്കാനും ഒക്കെ നല്ല എളുപ്പമാണ് കേട്ടോ ഇതുകൊണ്ടിട്ട്. അങ്ങനെ ഞാൻ ഇത് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേ ലെങ്ത്ത് മാർക്ക് ചെയ്യട്ടെ. അപ്പോൾ എനിക്ക് 5.5 ഇഞ്ചാണ് ലെങ്ത്ത് വേണത്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു 1.5 ഇഞ്ചും കൂടെ ഞാൻ മാർക്ക് ചെയ്ത് ഒരു 7 ഇഞ്ച് മാർക്ക് ചെയ്യണം കേട്ടോ കൂട്ടി. കാരണം 1 ഇഞ്ച് എനിക്ക് സ്ലീവിൻ്റെ അടി മടക്കി അടിക്കാൻ വേണം. പിന്നെ അതുപോലെ തന്നെ 1/2 ഇഞ്ച് ജോയിൻ ചെയ്യാൻ വേണം. അങ്ങനെ 1.5 ഇഞ്ച് ഞാൻ ദേ മാർക്ക് ചെയ്ത് ഒരു 7 ഇഞ്ച് കറക്റ്റ് ഞാൻ മാർക്ക് ചെയ്ത് ലൈൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇതുപോലെ സ്കെയിൽ വെച്ച് നമുക്കൊന്ന് ലൈൻ ചെയ്തെടുക്കാം. കണ്ടില്ല, ഇതുപോലെ ലൈൻ ചെയ്തെടുക്കുക. എന്നിട്ട് എനിക്കിവിടെ സ്ലീവ് ഓപ്പൺ റൗണ്ട് വേണ്ടുന്നത് 12 ഇഞ്ചാണ് കേട്ടോ ടോട്ടൽ വരുന്നത്. അപ്പോൾ അതിൻ്റെ പകുതി 6 ഇഞ്ചാണ്.
6 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്യുകയാണ്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഒരു 1/2 ഇഞ്ച് ലൂസ് വേണം. നമ്മൾ സാധാരണ ഒരു 4 ഇഞ്ചൊക്കെയാണ് ചുരിദാറിലൊക്കെ കൊടുക്കാറ്. പക്ഷേ നൈറ്റി ആയതുകൊണ്ട് ഞാൻ 1/2 ഇഞ്ച് കൊടുക്കട്ടെ. ഇത്തിരി ലൂസ് വേണമല്ലോ, നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്നതല്ലേ. അപ്പോൾ 1/2 ഇഞ്ച് ലൂസും പിന്നെ അതുപോലെ 1.5 ഇഞ്ച് സീം അലവൻസും കൂടി കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ പോയിൻ്റ് രണ്ടുകൂടെ ഒന്ന് ജോയിൻ ചെയ്യാം. നമ്മൾ അത് ഇവിടെ നിന്ന് 1.5 ഇഞ്ച് സീം അലവൻസ് ജോയിൻ ചെയ്ത പോയിൻറ്റും അതുപോലെ ലൂസ് കൊടുത്ത പോയിൻറ്റും അതോടെ നമുക്കൊന്ന് ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ ഞാൻ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മുടെ സ്ലീവിൻ്റെ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ, അപ്പോൾ എനിക്കിവിടെ ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. കണ്ടില്ലേ, അപ്പോൾ നമ്മൾ ഈ അടിയിൽ നിന്ന് മടക്കി എടുത്ത ഒരു പീസാണ് കേട്ടോ ഇത്. പിന്നെ ഇതിൻ്റെ സൈഡ് എനിക്ക് ക്ലോസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. എൻ്റെ സൈഡ് ക്ലോസ് ആയിരിക്കണം കേട്ടോ, ഫുള്ളും ഫോൾഡഡ് ആയിരിക്കണം. ഓപ്പൺ ഇല്ലാത്ത സൈഡാണത്. ബാക്കി 3 സൈഡും ഓപ്പൺ ആണ്. അപ്പോൾ എന്നിട്ട് ഞാൻ ഇതുപോലെ ഞാൻ മാർക്ക് ചെയ്ത ലൈനിൽ കൂടി തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് സ്ലീവ് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ അറിയാൻ വേണ്ടിയിട്ട് ഒരു നോച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇവിടെ ചെറിയൊരു കട്ടിങ് കൊടുക്കുക. നമുക്ക് ജോയിൻ ചെയ്യുമ്പോൾ കറക്റ്റ് സ്ലീവിൻ്റെ സെൻറ്റർ വെച്ച് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. അപ്പം സ്ലീവും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നെക്ക്, നമ്മൾ ബാക്ക് പീസ് എടുത്തായിരുന്നല്ലോ, ബാക്ക് പീസിൻ്റെ ബയർ സ്ട്രിപ്പ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യാൻ അടിച്ചു മറിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒന്ന് ബയർ സ്ട്രിപ്പ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിന് വേണ്ടി ഞാൻ ഒരു പീസ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ നൈറ്റി പീസ് കട്ട് ചെയ്തതിൻ്റെ ബാലൻസ് ആണ് കേട്ടോ. സൈഡിൽ വന്നൊരു ക്ലോത്താണിത്. മുകൾ സൈഡ് ഫോൾഡഡ് ആയിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ. അതൊന്ന് ഒരു സൈഡ് എടുത്തിട്ടുണ്ട്. കണ്ടില്ല, ഇങ്ങനെ നമ്മൾ ക്രോസ് ആയിട്ട് കട്ട് ചെയ്യുന്ന ക്രോസ് പീസ് എന്ന് പറയുന്നതിൻ്റെ കാരണം തന്നെ ഇതിങ്ങനെ ക്രോസ് ആയിട്ടാകുമ്പോൾ വലിയും കേട്ടോ. തുണി നല്ലോണം വലിഞ്ഞു വരും. നമുക്കിപ്പോൾ കഴുത്താണെങ്കിലും നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. കാരണം ക്ലോത്ത് ഒരു ബയർ സ്ട്രിപ്പ് ഇങ്ങനെ ക്രോസ് പീസ് വലിഞ്ഞു വരും. അപ്പോൾ നമുക്ക് നല്ലതുപോലെ ചെയ്യാൻ പറ്റും, സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി മുകളിലെ സൈഡ് ഫോൾഡഡ് ആണല്ലോ, അപ്പോൾ ആ ഫോൾഡഡ് ഒന്ന് മാറ്റി കൊടുക്കുക. അവിടെ കൂടെ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. കണ്ടില്ല, ഇതുപോലെ അവിടെ കൂടെ ഒന്ന് ഓപ്പൺ ചെയ്ത്, അപ്പം ഞാൻ ബയർ സ്ട്രിപ്പും എനിക്ക് കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നൈറ്റി പീസിൻ്റെ എല്ലാ കട്ടിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട് നെക്കിൻ്റെ കട്ടിങ്ങും എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്നുള്ളത് അടുത്ത വീഡിയോ കാണിക്കുന്നതാണ്. അപ്പോൾ വളരെ എളുപ്പമാണ്, എല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ, ബൈ.